ഭിന്നശേഷിക്കാരുടെ ഉന്നമനം ലക്ഷ്യം വെച്ച് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 വർഷത്തെ വാർഷിക ബജറ്റ് 7 ലക്ഷത്തോളം രൂപ മിച്ചം പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് കുസുമം സതീഷ് അവതരിപ്പിച്ചത്. ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ആദ്യ ബജറ്റാണ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അവതരിപ്പിച്ചത്. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് രൂപീകൃതമായതിനു ശേഷം 30ാമത്തെ ബജറ്റും ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന ശേഷമുള്ള 4ാമത് ബജറ്റുമാണ് അവതരിപ്പിച്ചത്. 14ാം പഞ്ചവത്സര പദ്ധതിക്കാലത്തെ 3ാമത്തെ ബജറ്റ് കൂടിയായിരുന്നു. ജനകീയാസൂത്രണ പദ്ധതിയുടെ 25 വർഷക്കാലത്തെ നേട്ടങ്ങളും കോട്ടങ്ങളും വിലയിരുത്തി അടുത്ത 5 വർഷക്കാലത്തേക്ക് ബ്ലോക്ക് പഞ്ചായത്ത് സ്വീകരിക്കുന്ന വികസന ലക്ഷ്യങ്ങൾ കൂടി ഭാഗമാക്കിയായിരുന്നു ബജറ്റ് അവതരണം. 2024-25 സാമ്പത്തിക വർഷത്തിൽ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന് 50,57,81,456 രൂപ വരവും 49,85,34,200 രൂപ ചിലവും 72,47,266 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ഭവന പദ്ധതിക്ക് 85 ലക്ഷവും ആരോഗ്യമേഖലയ്ക്ക് 30 ലക്ഷവും ക്ഷീരമേഖലയ്ക്ക് 20 ലക്ഷവും പശ്ചാത്തല വികസനത്തിന് 1,25 ലക്ഷവും കൈത്തറി പദ്ധതിക്ക് 19 ലക്ഷവും നീക്കിവച്ചിട്ടുണ്ട്. ഭിന്നശേഷിക്കാർക്കായാണ് കൈത്തറി പദ്ധതി ആവിഷ്കരിച്ചത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന് 50,87,81,466 രൂപ വരവും 49,85,34,200 രൂപ ചെലവും 72,47,266 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നു. ഭവന പദ്ധതികൾ വിശദമായ ബജറ്റ് ചർച്ച 8ാം തീയതി നടക്കും. ബജറ്റ് യോഗം പ്രസിഡന്റ് MT മനോജ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും ഇന്നോവേറ്റിംഗ് ആയിട്ട് പഞ്ചായത്തിന്റെ ഭരണസമിതി അല്ലെങ്കിൽ ഇവിടെയുള്ള ഓഫീസേഴ്സ് എല്ലാവരും കൂടി ഇതിന് തീരുമാനമെടുത്ത് അത്തരം ഒരു പദ്ധതി ആവിഷ്കരിക്കുമ്പോഴാണ് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്നത്. ഈ വർഷം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടിയാണ്. അല്ലെങ്കിൽ കേരളത്തിൽ ഇന്ന് വളരെ ചുരുക്കം ചില പഞ്ചായത്തുകൾ മാത്രം ഏറ്റെടുത്ത് നടക്കുന്ന പരിപാടിയായിരുന്നു നമ്മുടെ ഫിറ്റ്നസ് സെന്ററുകൾ ആരംഭിക്കുക എന്നുള്ളത്. വികസനകാര്യ ചെയർപേഴ്സൺ സവിത ബിനു, ജോയിന്റ് BDO സജി തോമസ്, ജോസുകുട്ടി കണ്ണമുട്ടയിൽ, ഷൈല വിനോദ്, VP ജോൺ, രാജലക്ഷ്മി, അനീഷ്, ഷൈനി റോയി, അന്നമ്മ ജോൺസൺ, ജലജ വിനോദ്, രഞ്ജിത്ത് നാഗയ്യ, ലാലച്ചൻ വെള്ളക്കട എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.